നിങ്ങൾ +1 കൊമേഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിരിക്കും ഇവിടുന്ന് കിട്ടുന്ന ടിപ്സുകൾ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സെപ്റ്റംബർ 2nd വീക്ക് കംപ്ലീറ്റ് 3rd വീക്കിലേക്ക് കടന്നിട്ടുണ്ട്. ജസ്റ്റ് വെറും 3 മാസം കഴിഞ്ഞാൽ ഡിസംബറിലുള്ള ക്രിസ്മസ് എക്സാം വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുവരെയായിട്ടും ഒരു പബ്ലിക് എക്സാംസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സാംസ് ഇതുവരെ നടന്നിട്ടില്ല. +1 ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 3 മാസത്തോളമായി. ഇതിന് നിങ്ങൾക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണം എക്സാം മിക്ക സ്കൂളുകളിലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടല്ല നടന്നിട്ടുള്ളത്. പോർഷൻസ് ഒക്കെ വളരെ ഇറഗുലർ ആയിട്ടാണ് പോയിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോഴും ആ ഒരു SSLCയിൽ നിന്നും +1ലേക്ക് പല വിദ്യാർത്ഥികളും എത്തിയിട്ടില്ല. ഇപ്പോഴും ആ ഒരു ഈസിനെസ്സിന് ഞാൻ വളരെ SSLC ഒക്കെ വളരെ സിമ്പിളായിട്ടാണ് പാസ്സായിട്ടുള്ളത്. അതുപോലെ തന്നെ +1 പാസ്സാകാം എന്നുള്ള ചിന്ത പല കുട്ടികൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിച്ച സിലബസിനേക്കാൾ SSLCയിൽ ഹൈസ്കൂൾ പഠിച്ചതിനേക്കാൾ എത്രയോ അധികം പഠിക്കാൻ +1 ഉണ്ട്. മോറോവർ +1ലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരിക്കലും SSLC ആയിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അത്രയും ഡിഫറൻസ് അതിലുണ്ടാകും, ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നന്നായി പഠിച്ചിട്ടില്ലെങ്കിൽ +1ൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെടും. നിങ്ങൾ എന്ത് ചെയ്യും, വിരൽ കടിക്കേണ്ടി വരും. കാരണം നിങ്ങൾക്ക് ആ സങ്കടം ഒരിക്കലും തീർത്താൽ തീരില്ല. കാരണം ഇതിനൊരു ഇമ്പ്രൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഇത് ഇനി മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളൊരു ചിന്ത പിന്നെ നിങ്ങൾക്ക് വരില്ല. നിങ്ങൾ +2 ഈ +1ൽ മാർക്ക് കുറഞ്ഞാൽ +2 നിങ്ങൾ ഇതേപോലെ ഡൗൺ ആവുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഈ സമയം നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റും. ഓണം എക്സാം എന്നുള്ള രീതിയിൽ സിസ്റ്റമാറ്റിക്കായി എക്സാം നടക്കാത്തത് കൊണ്ട് കമ്മിങ് ക്രിസ്മസ് എക്സാം ഡിസംബർ 2nd വീക്കിൽ വരും. നിങ്ങളുടെ ടോട്ടൽ പോർഷൻസിൻ്റെ 80 to 85% ഈ ഒരു ക്രിസ്മസ് എക്സാമിൽ നടക്കും. അപ്പോൾ ആ സമയം ആവുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക. വെറും 3 മാസമുള്ളത്. ഞാൻ എത്ര ടോട്ടൽ ചാപ്റ്റേഴ്സ് ഉണ്ട്, ഓരോ ചാപ്റ്റേഴ്സിന് എത്ര സമയം കൊടുത്ത് വീതം പഠിക്കണം. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഈ സമയത്തിന് മുന്നേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്ത ഇപ്പോഴേ നിങ്ങൾ കൊണ്ടുവരണം. ഒരു സ്റ്റഡി ടൈം ടേബിൾ എന്തായാലും നിങ്ങൾ കീപ്പ് ചെയ്തിരിക്കണം. അത് കീപ്പ് ചെയ്ത് മുന്നോട്ട് ഫോർവേഡ് ചെയ്തിട്ട് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് മുന്നേ നിങ്ങളുടെ കംപ്ലീറ്റ് അഥവാ എത്രത്തോളം പോർഷൻസ് എടുക്കുന്നുണ്ടോ അത് കംപ്ലീറ്റ് ആക്കാനുള്ള രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ മുന്നോട്ട് ഫോർഗോ ചെയ്തിരിക്കണം. മോറോവർ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. കൂടുതൽ ടിപ്സുകളും അതുപോലെ എങ്ങനെ നിങ്ങൾ പഠിക്കാനുള്ള സ്റ്റഡി ടൈം ടേബിൾ എല്ലാം എന്ത് ചെയ്യും നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഈ ഒരു ക്രിസ്മസ് എക്സാം നമുക്ക് ഒരുമിച്ച് അടിച്ച് പൊളിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫുൾ മാർക്കിന് സ്കോർ ചെയ്യാം. അങ്ങനെ പഠിച്ചാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും. അങ്ങനെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫൈനൽ എക്സാം ആവട്ടെ, മോഡൽ എക്സാം ആവട്ടെ, അതൊക്കെ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നേടാൻ പറ്റും. കാരണം ബാക്കി ഒരു 15-20% മാത്രമേ ക്രിസ്മസ് എക്സാമിന് ശേഷം പഠിക്കാനുള്ളൂ. കുറഞ്ഞ സമയമല്ലേ, നിങ്ങൾക്ക് വേറെ ടെൻഷനൊന്നുമില്ല. +2 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പരിപാടി ഉണ്ടാവും. പ്രാക്ടിക്കൽ നോക്കണം, വേറെ ടൂർ ഉണ്ടാകും, ഇതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നിങ്ങളെ ബാധിക്കുന്ന അത്തരം കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സിമ്പിളായിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് കയ്യിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കൂടെ മക്കളെ, ഓൾ ദ ബെസ്റ്റ്.